മഹാരാഷ്ട്രയിൽ പരസ്യ പ്രചാരണത്തിന് ഇന്ന് പരിസമാപ്തി. മഹാവികാസ് അഘാടി, മഹായുതി എന്നീ രണ്ട് മുന്നണികൾ തമ്മിലാണ് പ്രധാന മത്സരം. അതേസമയം വിചിത്ര സഖ്യങ്ങളുടെ വിളനിലമായ മഹാരാഷ്ട്ര ഇക്കുറിയും റിസോർട്ട് രാഷ്ട്രീയത്തിന് വേദിയാകുമോ എന്ന ആശങ്കയിലാണ് സമ്മതിദായകർ. 2024 മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് നിർണായകവും വെല്ലുവിളികൾ നിറഞ്ഞതുമാണ്. മഹാരാഷ്ട്രയുടെ ചരിത്രത്തിൽ ഇതാദ്യമായി മറാഠ വോട്ടുകൾ മൂന്നായി വിഭജിച്ച് പരസ്പരം പോരാടുന്നതിന് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് സാക്ഷിയാകും. ഉദ്ധവ് ഷിൻഡെ ശിവസേന കൂടാതെ രാജ് താക്കറെയുടെ മഹാരാഷ്ട്ര നവനിർമ്മാണ സേനയും മുംബൈ നഗരത്തെ സേനകളുടെ പോരാട്ട ഭൂമിയാക്കി മാറ്റും. संस्कृत महाराष्ट्र बनायचा, सभ्य महाराष्ट्र बनायचा, देशाला दिशा दाखवणारा महाराष्ट्र बनायचा, ही दिशा. അതേസമയം മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയ്ക്കും മുൻ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയ്ക്കും ഈ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാകും. मराठी माणूस त्याला नोकऱ्या हे सगळं करत असताना शिवसेने उद्धव ठाकरे नाही, उद्धव बाळासाहेब ठाकरे आहे. കഴിഞ്ഞ തവണത്തെ പോലെ ചാഞ്ചാടുന്ന കക്ഷി നിലകളാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നതെങ്കിൽ വീണ്ടും ഒരു റിസോർട്ട് രാഷ്ട്രീയത്തിന് സംസ്ഥാനം സാക്ഷ്യം വഹിക്കും. ഒരു പാതിരായിക്ക് കോഴി പോകുമ്പോഴാണ് ഇവിടെ ഒരു മന്ത്രിസഭ വീഴുന്നതും പുതിയൊരു മന്ത്രിസഭ ഏറ്റെടുക്കുന്നതും. അത് ഉണ്ടാകില്ല എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. കാരണം പണമാണ് ഇതിന്റെ എല്ലാം മുന്നിൽ കളിക്കുന്ന ഒരു വസ്തുത. മുന്നണികൾക്ക് മൃഗീയ ഭൂരിപക്ഷം ലഭിക്കാനുള്ള സാധ്യതകളും കുറവാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ കണക്കുകൂട്ടൽ. ഈ സാഹചര്യത്തിൽ കുതിരക്കച്ചവടത്തിലൂടെ നേട്ടം കൊയ്യാൻ തയ്യാറെടുക്കുന്ന MLA-മാർ തന്നെയാകും ഇക്കുറിയും കിങ് മേക്കേഴ്സ്. തൂക്കുസഭയ്ക്ക് സാധ്യതയുണ്ടെന്നും കൂറുമാറ്റമടക്കമുള്ള അട്ടിമറികൾ പ്രതീക്ഷിക്കാമെന്നുമാണ് പ്രവചനങ്ങൾ. വിചിത്ര സഖ്യങ്ങളുടെ വിളനിലമായ മഹാരാഷ്ട്രയിൽ എന്തും സംഭവിക്കാം. മഹാവികാസ് അഘാടി, മഹായുതി എന്നീ രണ്ട് സഖ്യങ്ങൾക്കിടയിലാണ് പ്രധാനമായും തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. രാജ് താക്കറെയുടെ മഹാരാഷ്ട്ര നവനിർമ്മാണ സേന, പ്രകാശ് അംബേദ്കറുടെ വഞ്ചിത് ബഹുജൻ അഘാടി തുടങ്ങിയ വലിയ പേരുകളുള്ള ചെറിയ പാർട്ടികളും മത്സര രംഗത്തുണ്ടെങ്കിലും വോട്ട് ബാങ്കുകളിൽ കാര്യമായ സ്വാധീനം ചെലുത്താൻ സാധ്യതയില്ല. ഏത് സഖ്യം വിജയിച്ചാലും 2024 തെരഞ്ഞെടുപ്പ് മഹാരാഷ്ട്രയുടെ ഭാവിയിൽ വലിയ സ്വാധീനം ചെലുത്തും. 2019 തെരഞ്ഞെടുപ്പിനും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനും ഇടയിലുള്ള 5 വർഷം കുതിരക്കച്ചവടം, കൂറുമാറ്റം, രാഷ്ട്രീയ അസ്ഥിരത, പാർട്ടികളുടെ പിളർപ്പ് തുടങ്ങി നിരവധി രാഷ്ട്രീയ നാടകങ്ങൾക്ക് വേദിയായിരുന്നു. ഈ അധികാരത്തിന് വേണ്ടി ഒരാൾ അപ്പുറത്ത് നിൽക്കുക, ഒരാൾ ഇപ്പുറത്ത് നിൽക്കുക എന്നുള്ള ഒരു നാടകമാണ് ഇവിടെ നടക്കുന്നത്. സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട വിലപേശലുകളും ചർച്ചകളും ഇരുമുന്നണികളിലും അസ്വരസ്യങ്ങൾ ഉയർത്തിയതും ബാക്കിപത്രമാണ്. മഹായുതിയിലെ വിള്ളൽ ഇതിനകം പ്രകടമായിരിക്കെ മഹാവികാസ് അഘാടിയും അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്ന് മുക്തമല്ല. അതുകൊണ്ട് തന്നെ നവംബർ 23 ശേഷം രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറി മറിയുമോ എന്ന് കാത്തിരുന്ന് കാണാം. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.